നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെയൊക്കെ പറയുന്ന സ്നേഹയോട് ഇനി നമ്മൾ എന്തു പറഞ്ഞാ അവളെ മറ്റൊരു വിവാഹത്തിലേക്ക് എത്തിക്കുന്നത്? അവൻ എന്നെ പറഞ്ഞു പറ്റിക്കാതിരുന്നെങ്കിൽ, എല്ലാ സത്യവും എന്നോട് നേരത്തെ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ, എങ്കിൽ ഞാൻ ഒരു എതിർപ്പും ഇല്ലാതെ ഇത് നടത്തി കൊടുത്തേനെ. ഇനി അങ്ങനൊരു ആലോചനയ്ക്ക് മനസ്സനുവദിക്കുന്നില്ല. അച്ഛന്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാവും അച്ഛാ. ഏതോ സ്വപ്നലോകത്താ സ്നേഹം ഇപ്പോൾ ഉള്ളത്. അവൻ ശരിക്കും സ്നേഹം ഓരോന്ന് പറഞ്ഞ് വശത്താക്കിയിരിക്കുക. ദേഷ്യപ്പെടും തോറും അവക്ക് വാശി കൂടി വരികയുള്ളൂ. അതെ അച്ഛാ, ദേഷ്യപ്പെട്ടും തല്ലിയും അവളെ നമുക്ക് ഇതിൽ നിന്ന് പിന്മാറ്റാൻ സാധിക്കില്ല. അതിവിടെ എല്ലാവർക്കും സമാധാനക്കേടുണ്ടാവും. മറ്റൊരാൾ അവളുടെ ജീവിതത്തിലേക്ക് വരുമ്പോ പഴയതൊക്കെ മറക്കുമെന്ന് കരുതിയ ഞാൻ ഇങ്ങനെ ഒരു ആലോചന ഇവിടെ കൊണ്ടുവന്നത്. അത് മനസ്സിലായി മോളെ. എല്ലാവർക്കും മനസ്സിലായിട്ടും അവൾക്കത് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാവും അച്ഛാ, കുറച്ച് സമയമെടുക്കുന്നേ ഉള്ളൂ. സാവകാശം അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവള് ധരിച്ചു വെച്ചിരിക്കുന്നെല്ലാം തെറ്റാണെന്ന് അവൾക്ക് തന്നെ ബോധ്യം വരണം. എല്ലാം നേരിട്ട് കണ്ടിട്ടും ഇപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നവളോട് എങ്ങനെ നമ്മൾ ഓരോന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തും? എന്നെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചത് ധനുഷാണെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടും അവക്ക് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ അതവള് വിശ്വസിക്കുന്നില്ല. കൂടപ്പിറപ്പുകളെക്കാൾ അവക്ക് വിശ്വാസം ഇപ്പോ അവനെയാ. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുന്നവളോട് സമാധാനത്തിൽ സംസാരിച്ച അവക്ക് മനസ്സിലാവൂ? ഞാൻ പറയുന്നത് അവളുടെ സമ്മതത്തിന് കാത്തു നിൽക്കാതെ നമുക്ക് ഈ വിവാഹമായി മുന്നോട്ട് പോകാന്ന്. സമയാവുമ്പോ അവളങ്ങ് സമ്മതിച്ചോളും. സച്ചേട്ടാ, നമ്മൾ വാശി പിടിക്കേണ്ട സമയമല്ല ഇത്. അവളെ ഏതെങ്കിലും വിധത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. താനിപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അവള് പറഞ്ഞിട്ട് പോയതൊക്കെ താനും കേട്ടതല്ലേ? അച്ഛനും നമ്മളും മാറി മാറി പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു കാര്യം താനിനി ആരെ കൊണ്ട് പറയിപ്പിക്കാനാ നോക്കുന്നേ? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അച്ഛൻ തീരുമാനിക്കുക എന്താ വേണ്ടതെന്ന്. സ്നേഹയെ ധനുഷിനെ പിടിച്ച് ഏൽപ്പിക്കുന്നതൊഴികെ മറ്റെന്തിനും ഞാൻ കൂടെ കാണും. അച്ഛൻ വിഷമിക്കണ്ട, എല്ലാവരും ശ്രമിക്കല്ലേ. ഏതെങ്കിലും ഒരു നിമിഷം അവക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നതിൽ ശരിയുണ്ടെന്ന്. എല്ലാം ശരിയാവും അച്ഛാ. എന്തൊക്കെയായാലും നമുക്കറിയാത്തതല്ലല്ലോ അവളെ. പിന്നെ ദേഷ്യവും വാശിയൊക്കെ തൽക്കാലത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അവളായിട്ട് തന്നെ മാറിക്കോളും. എനിക്ക് ഉറപ്പാത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.